കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടക്കമിട്ട ലഹരിവിരുദ്ധ പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി ദുബായിൽ തൂഫാൻ എന്ന പേരിൽ ലഹരിവിരുദ്ധ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. ദുബായ് ഇൻഗാസ് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് വേറിട്ട ആശയം നടപ്പാക്കിയത്. കുട്ടനാട് MLA റെജി ചെറിയാൻ ലഹരിവിരുദ്ധ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്തു. തൂഫാൻ സൗഹൃദ ഫുട്ബോൾ മത്സരം ഇൻഗാസ് UAE നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ജുമാർ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. കേരളത്തിൽ തൂഫാൻ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ഇവിടെ കടൽക്കടൻ ദുബായിലും തൂഫാൻ ആഞ്ഞടിക്കുകയാണ്. പക്ഷേ ഇവിടെ ആഞ്ഞടിക്കുന്നത് ഫുട്ബോൾ മത്സരമാണ്. ദുബായിയുടെ ഇൻഗാസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് വേറിട്ട ആശയം നടത്തുന്നത്. സ്റ്റേറ്റ് പ്രസിഡന്റ് നമ്മുടെ ചേരിയാണ് റഫീഖ് മട്ടന്നൂർ. എന്താണ് ദുബായിലെ തൂഫാൻ്റെ പ്രത്യേകത? കേരളത്തിൽ തൂഫാൻ കൊടുങ്കാറ്റടിക്കുമ്പോൾ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് തൂഫാൻ. ദുബായ് ഇൻഗാസ് കമ്മിറ്റി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധത നിർവഹിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഇത്രയേറെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കണ്ടുകെട്ടുന്ന മയക്കുമരുന്നിൻ്റെ ക്വാണ്ടിറ്റി. സ്പോർട്സ് ഫുട്ബോൾ ഏതെന്ന് പറയാം. എത്ര ടീമുകൾ പങ്കെടുക്കുന്നു? എങ്ങനെയാണ് ജനങ്ങൾക്ക് ആഴത്തിലായിട്ട് ഈ വിഷയത്തെ ഇറക്കുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ ലോക ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആശയം തിരഞ്ഞെടുത്തത്. അതിനോടുള്ള പ്രതിബദ്ധതയും കേരളത്തിലെ ഇന്നത്തെ മയക്കുമരുന്നിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളും കുട്ടികളും സ്ത്രീകളടക്കമുള്ളവർ ഇത്രയേറെ ബുദ്ധിമുട്ടിലാഴ്ത്തി ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് നിരാശയിലാണ്. ഈ പ്രവാസികളുടെ ലോകത്തെ ഈ ആവേശത്തെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രവാസിയായ MLA കൂടിയാണെന്ന് പ്രത്യേകത കൂടിയുണ്ട്. ജനറൽ സെക്രട്ടറി ഷൈജോൺ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അങ്ങനെ ഒരു ആശയത്തിലേക്ക് യഥാർത്ഥത്തിൽ? തീർച്ചയായും ഇത് മുൻ പവിയേട്ടനും മറ്റുള്ളവരും പറഞ്ഞതുപോലെ ഇത് പ്രവാസ ലോകത്തെ കേരളീയായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരിലേക്കും ഇതിൻ്റെ അവയർനെസ് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളിലൂടെ ഇത് ചെയ്യുന്നത്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം? പ്രത്യേകിച്ച് ആദ്യമായിട്ടായിരിക്കും ഒരു വിദേശ രാജ്യം, പ്രത്യേകിച്ച് ദുബായ് പോലെ സ്ഥലം, ഇപ്പോൾ സൗദിയിലൊക്കെ ഉണ്ടായെങ്കിലും ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിങ്ങൾ തൂഫാൻ ആഞ്ഞടിക്കുകയാണ്. എന്തായിരുന്നു അവിടുത്തെ പ്രതികരണം? അതായത് ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളാണ് ലഹരി, അല്ലെങ്കിൽ കായികമാണ് ലഹരി. പുതുതലമുറയിലേക്ക് എത്തുമ്പോൾ ആ ലഹരി മാറ്റിവെച്ച് പുതിയ തലമുറയൊക്കെ ലഹരി എത്തണമെങ്കിൽ നമ്മുടെ കായിക സംസ്കാരം വളരണം. ആ സംസ്കാരം വളർത്തുന്നതിന് ഭാഗമാണ് ഇൻഗാസ് ഇത് ഏറ്റെടുത്തത്. അത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ലഹരിക്കെതിരെ പോരാടുന്നത്, കായികമായി മുന്നേറുന്ന കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നേറണമെന്നാണ് ആഗ്രഹം. ഫുട്ബോളിനപ്പുറമായിട്ട് മറ്റെന്ത് രീതിയിലേക്ക് പ്രവാസി കുടുംബം ഒത്തിരി പേര് നാട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. പലരൊക്കെ അറിഞ്ഞോ അറിയാതൊക്കെ പെട്ടുപോകാം. അത്തരത്തിൽ താഴെത്തട്ടിലോട്ട് ഉൾപ്പെടുത്താൻ എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ ആഫ്റ്റർ ഇതിന് ശേഷം, ഫുട്ബോളിന് ശേഷം? തീർച്ചയായും അത്തരം കാര്യത്തെക്കുറിച്ച് ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്യും. ഇപ്പോൾ എന്തുകൊണ്ടത് തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ തൂഫാൻ എന്ന ഈ ക്യാമ്പയിൻ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള മറ്റ് ഗവൺമെൻറ്റുകൾക്കും തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ്, ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത്. അപ്പോൾ ഈ സമയം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഇപ്പോൾ ഒരു ഫുട്ബോൾ ലഹരിയിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അവയർനെസ്, അല്ലെങ്കിൽ ആളുകളിൽ എത്താൻ ഫുട്ബോളായിരിക്കും ഏറ്റവും നല്ലതുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടിയുമായിട്ട് ഇൻഗാസ് മുന്നോട്ട് വന്നത്. ശക്തമായ ആക്ഷനാണ് മയക്കുമരുന്നിനെതിരെ എടുത്തിരിക്കുന്നത്. ആ ആശയത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഇൻഗാസ് ലഹരി ആയിരിക്കണം, പക്ഷേ അത് ഫുട്ബോളായിരിക്കണം ലഹരി, മയക്കുമരുന്നായിരിക്കരുത് എന്ന ആശയം ഞങ്ങൾ സേ നോ ടു ഡ്രഗ്സ്, അതാണ് ഞങ്ങൾ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റോടുകൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ആഞ്ഞടിച്ച തൂഫാൻ കൊടുങ്കാറ്റിനൊപ്പം ചേരാൻ UAE ഇൻഗാസിൻ്റെ പ്രസിഡന്റ് നമ്മുടെ എത്തിയിരിക്കുകയാണ്, സുനിൽ അസീസ്. ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമസ്കാരം. തീർച്ചയായിട്ടും നമ്മൾ രമേശ് തുടങ്ങി വെച്ച കേരളത്തിലെ തൂഫാൻ എന്ന പേരിൽ ഉണ്ടായിരിക്കുന്ന ലഹരി വിരുദ്ധ വേട്ട ശരിക്ക് കടൽ കടന്ന് നാട്ടിലും അന്തർദേശീയ തലത്തിലും അത് കടൽ കടന്ന് ഇന്ന് ദുബായിലെത്തി. അപ്പോൾ തൂഫാൻ്റെ കൊടുങ്കാറ്റ് മഴയായും കൊടുങ്കാറ്റായി ഇവിടെ ആഞ്ഞടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ദുബായിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം എൽവിസ് ജുമാർ, ജഹീദ് ന്യൂസ്.